തിരുവനന്തപുരം പേട്ടയിലാണ് നാടോടി ദമ്പതികളുടെ 2 വയസ്സുകാരിയായ മകളെ തട്ടിക്കൊണ്ടുപോയത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. ദമ്പതികൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെയാണ് ബൈക്കിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത്. CCTV ഒക്കെ കേന്ദ്രീകരിച്ച് പോലീസ് വളരെ ഊർജിതമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഷഫീദ്, ഈ പേട്ട ഫ്ലൈ ഓവറിന് താഴെയാണ് ഇവർ ഉറങ്ങിക്കിടന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പേട്ട കഴിഞ്ഞാൽ ചാക്ക, ഈഞ്ചക്കൽ, പിന്നീട് ബൈപ്പാസ് റോഡ്, ഈ ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളൊക്കെ ഈ ഭാഗത്ത് ഉണ്ട്. നഗരത്തിലെ തിരക്കേറിയ പ്രദേശങ്ങളുമുണ്ട്. ഏതൊക്കെ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ പോലീസ് അന്വേഷണം നടക്കുന്നത്? ഗോപിക, സിറ്റി പോലീസിനെ സംബന്ധിച്ച് വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നഗരത്തിന്റെ ഏറ്റവും മധ്യഭാഗത്തായി നടന്ന സംഭവം. മാത്രവുമല്ല, പോലീസ് സംവിധാനം ഏറ്റവും ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയത്താണ് ഇങ്ങനെയൊരു തട്ടിക്കൊണ്ടുപോകൽ ഉണ്ടായിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ പോലീസ് ഇതിനോടകം അന്വേഷണ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് ഒരു ആക്ടീവ സ്കൂട്ടർ കേന്ദ്രീകരിച്ചാണ്. അതായത് ഈ ഹൈദരാബാദ് സ്വദേശികളായ നാടോടി ദമ്പതികളോട് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ, അല്ലെങ്കിൽ ഈ കുട്ടി സഹോദരങ്ങൾക്കൊപ്പം കിടന്ന് ഉറങ്ങുകയായിരുന്നു, ഈ കുട്ടിയെ എടുത്തുകൊണ്ട് പോയി എന്ന് സംശയിക്കുന്ന സ്ഥലത്തേക്ക് ഒരു ആക്ടീവ സ്കൂട്ടർ വന്നിരുന്നു എന്ന് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ആക്ടീവ സ്കൂട്ടർ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസിന്റെ അന്വേഷണ നടപടികൾ ഇപ്പോൾ ഊർജിതമായി തുടരുകയാണ്. തിരുവനന്തപുരം DCP അടക്കമുള്ള ഉദ്യോഗസ്ഥർ പേട്ട പോലീസിലേക്ക് എത്തി ഇതിനോടകം തന്നെ സാഹചര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ഈ കുട്ടിയെ എടുത്തുകൊണ്ട് പോയ ആളുകളെ സംബന്ധിച്ച് പോലീസിന് ചില സൂചനകൾ ലഭ്യമായതായി വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മാത്രവുമല്ല, ഇവർ പോകാനുള്ള സാധ്യത അത് പോലീസ് കാണുന്നത് ബൈപ്പാസ് ഭാഗത്തേക്കാണ്. തിരുവനന്തപുരം ബൈപ്പാസ് ഭാഗത്തേക്കാണ്, ഈഞ്ചക്കൽ ഭാഗത്തേക്ക് ഇവർ പോയതായി പോലീസിന് ചില സംശയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ സാഹചര്യം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. മാത്രവുമല്ല, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനോടകം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നഗരത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകൾക്കും ഇതിനോടകം തന്നെ ഇൻഫർമേഷൻ പാസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ആളുകൾ അവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിനെ കുറിച്ചിട്ടുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. രാത്രി 12 മണിക്ക് ശേഷമാണ് ഈ സംഭവം നടന്നതെന്ന് സ്വാഭാവികമായും CCTV ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ശേഖരിച്ച് പരിശോധിച്ചു വരികയാണ്. മാത്രവുമല്ല, നഗരത്തിലെ പോലീസിന്റെ CCTV ദൃശ്യങ്ങളിൽ പലതും പണി മുടക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെങ്ങോട്ട് പോയി എന്നതിനെ കുറിച്ച് പോലീസിന് ഇപ്പോൾ കണ്ടെത്താൻ ചില പ്രശ്നങ്ങളുണ്ട്, സാഹചര്യ പ്രശ്നങ്ങളുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ മറികടക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും തലസ്ഥാന നഗരം വലിയ ഞെട്ടലിലാണ്. അതുകൂടാതെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, 2 വയസ്സുകാരിയെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ ഈ ഈ ആക്ടീവ സ്കൂട്ടറിന് പിന്നിൽ വലിയൊരു സംഘം പ്രവർത്തിക്കുന്നു എന്നുള്ള സംശയവും പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട്. ഗോപിക, തിരുവനന്തപുരം പേട്ടയിലാണ് നാടോടി ദമ്പതികളുടെ 2 വയസ്സുകാരിയായ മകളെ തട്ടിക്കൊണ്ടുപോയത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. ദമ്പതികൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെയാണ് ബൈക്കിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത്. ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. DCP അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പേട്ട സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഷഫീദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഷഫീദ്, ഈ പ്രദേശം, അതായത് പേട്ട ഫ്ലൈ ഓവർ എന്ന് പറയുമ്പോൾ പേട്ട പോലീസ് സ്റ്റേഷനോട് തൊട്ടടുത്ത പ്രദേശം, അതായത് പോലീസിന്റെ മൂക്കിന്റെ തുമ്പിൽ നിന്നാണ് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ കണ്ടെത്തുക എന്നത് പോലീസിനെ സംബന്ധിച്ചൊരു നിർണായക പോരാട്ടം തന്നെ ആകില്ലേ ഷഫീദ്? ഉറപ്പായിട്ടും. കാരണം തിരുവനന്തപുരം നഗരത്തിലെ പോലീസ് സംവിധാനങ്ങൾ അത് ഏറ്റവും കൂടുതൽ ഉണർന്നു പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഈ പേട്ട എന്ന് പറയുന്നത്. മാത്രവുമല്ല, വളരെ തിരക്കുള്ള റോഡാണ്. രാത്രി 12 മണിക്ക് ശേഷമാണെങ്കിലും കാര്യമായ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ കാര്യമായി വാഹനങ്ങൾ വരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിന്നാണ് ഒരു 2 വയസ്സുകാരിയെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നത്. സ്വാഭാവികമായും ഇത് പോലീസിനെ വലിയ ഞെട്ടൽ പോലീസിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല, രാത്രി തന്നെ പുലർച്ചയോടുകൂടി തന്നെ തിരുവനന്തപുരം DCP അടക്കമുള്ള ആളുകൾ പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി മറ്റ് നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ഈ ഹൈദരാബാദ് സ്വദേശികളുടെ മകളെയാണ് തട്ടിക്കൊണ്ടുപോയെന്നുള്ളതാണ് വിവരം. ഇതിന്റെ ഈ കുട്ടിയുടെ ചിത്രം അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. സിറ്റി പോലീസും റൂറൽ പോലീസും ഒരേപോലെ ജാഗ്രതാ നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. മാത്രവുമല്ല, ഇതിന് പിന്നിലൊരു സംഘം പ്രവർത്തിക്കുന്നു. എന്താണ് ഈ തട്ടിക്കൊണ്ടുപോകലിന്റെ മോട്ടീവ് എന്നടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. മാത്രവുമല്ല, ഈ കുട്ടിയുടെ മാതാപിതാക്കളുടെ മൊഴിയിൽ നിന്ന് പോലീസിന് അങ്ങനെ ഒരു സൂചന ലഭിച്ചതായും വിവരമില്ല. അതേസമയം പോലീസ് ഇതിനോടകം തന്നെ ഹൈ അലേർട്ട് നഗരത്തിലെ പോലീസ് സ്റ്റേഷനുകൾക്ക് നൽകിയിട്ടുണ്ട്. നഗരത്തിലെ മുഴുവൻ പോലീസ് സംവിധാനവും ഈ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഒരു ആക്ടീവ സ്കൂട്ടർ സമീപത്തെത്തി, അതായത് സഹോദരങ്ങൾക്കൊപ്പം കിടന്നിരുന്ന കുട്ടിയുടെ അടുത്തേക്ക്, അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് ഒരു ആക്ടീവ സ്കൂട്ടർ എത്തി എന്നുള്ളത് മാത്രമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഈ ആക്ടീവ സ്കൂട്ടർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ വ്യാപകമായി നടത്തുന്നത്.
DCP നേരിട്ടുള്ള അന്വേഷണം നടത്താൻ ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകിയ അടിസ്ഥാനത്തിലാണ് പുലർച്ചയോടുകൂടി DCP പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി അവിടെ ചില നടപടികൾ കൈക്കൊണ്ടുവരുന്നത്. മാത്രമല്ല വളരെ നിർണായകമായ ചില വിവരങ്ങൾ ലഭിച്ചതായുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട് ഗോപിക. ഒപ്പം തന്നെ ഷഫീദ്, ഈ പേട്ടയിൽ നിന്ന് നേരെ പോവുകയാണെങ്കിൽ ചാക്കയിൽ നിന്ന് നേരെ പോയാൽ കോവളം ഭാഗം, ഇടത്തേക്ക് പോവുകയാണെങ്കിൽ ഈഞ്ചക്കൽ ഭാഗം, നേരെ വലത്തേക്ക് പോവുകയാണെങ്കിൽ ബൈപ്പാസ് ഭാഗത്തേക്ക് പോകും. ഈ ആക്ടിവ സ്കൂട്ടർ ബൈപ്പാസ് ഭാഗത്തേക്ക് പോയി എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഈ സംഘം കൊല്ലം ഭാഗത്തേക്ക് പോയിരിക്കാനുള്ള ഒരു സാധ്യത തന്നെയല്ലേ ഉള്ളത്? ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ ഒരു മാഫിയ സംഘം ഉണ്ട് എന്നാണോ പോലീസിന്റെ പ്രാഥമിക നിഗമനം? അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നില്ലെങ്കിലും ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് പോലീസിന്റെ സംശയം. അതായത് രണ്ട് സാധ്യതകൾ പോലീസ് കാണുന്നുണ്ട്. അതിലൊന്ന്, ബൈപ്പാസ് ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ അവിടെ അടക്കം ആളൊഴിഞ്ഞ പല പ്രദേശങ്ങളുമുണ്ട്. ആനേറ ഭാഗത്തേക്കടക്കം ആളൊഴിഞ്ഞ പ്രദേശങ്ങളുണ്ട്. അവിടേക്കാണോ കുട്ടിയെ കൊണ്ടുപോയത് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായ സംശയം. നഗരഭാഗത്തേക്ക് ഈ സംഘം എത്താൻ വഴിയില്ല എന്നുള്ളതും പോലീസ് വിലയിരുത്തുന്നു. ആ സാഹചര്യത്തിൽ ബൈപ്പാസ് ഭാഗം കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ ഊർജിതമായി തുടരുന്നത്. മാത്രവുമല്ല, ഈ സിറ്റി ലിമിറ്റിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകൾക്കും ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ കുട്ടിയുടെ ചിത്രമടക്കമുള്ള കാര്യങ്ങൾ അത് സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിപ്പിച്ചുകൊണ്ട് പോലീസ് ചില നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ആവശ്യമെങ്കിൽ മാത്രമായിരിക്കും മറ്റ് ജില്ലകളിലേക്ക് പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുക. നിലവിൽ ജില്ല വിട്ടു പോകാനുള്ള സാധ്യത പോലീസ് കണക്കാക്കുന്നില്ല എന്നുള്ള വിവരം കൂടി ഇതിനോടകം തന്നെ പോലീസ് കരുതുന്നുണ്ട്. കൂടാതെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, ബൈക്കിലാണ് ഇവർ ഈ സംഘം പ്രവർത്തിച്ചത്, അല്ലെങ്കിൽ ഇവർ അന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയത് എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബൈക്ക് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അതാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത് ഗോപിക. ഏതായാലും തലസ്ഥാന ജില്ലയെ നടുക്കുന്ന വാർത്തയാണ് ഇന്ന് പുലർച്ചെ തന്നെ പങ്കുവയ്ക്കാനുള്ളത്. തിരുവനന്തപുരം പേട്ടയിൽ നാടോടി ദമ്പതികളുടെ 2 വയസ്സുകാരിയായ മകളെ തട്ടിക്കൊണ്ടുപോയി. പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. ദമ്പതികൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെയാണ് ബൈക്കിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത്. ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. തിരുവനന്തപുരം DCP അടക്കമുള്ളവർ പേട്ട സ്റ്റേഷനിൽ എത്തി അന്വേഷണം വിപുലീകരിച്ചിട്ടുണ്ട്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പരിശോധന. പേട്ട ഫ്ലൈ ഓവറിന് താഴെ നിന്നാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. അതായത് പേട്ട പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്ത ഭാഗം, അതായത് പോലീസിന്റെ മൂക്കിൻ തുമ്പിൽ നിന്നാണ് ഇത്തരത്തിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഇത് ആദ്യത്തെ ഒരു സംഭവമാണ് എന്ന് അറിയാൻ സാധിക്കുന്നു. ആക്ടിവ സ്കൂട്ടറിൽ എത്തിയ സംഘമാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഇതിന് പിന്നിൽ ഒരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷഫീദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഷഫീദ്, ഈ നാടോടി ദമ്പതികളുടെ മൊഴിയിൽ നിന്ന് ഏതെങ്കിലും കാര്യങ്ങൾ പോലീസിന് വ്യക്തതയുണ്ടോ? ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശത്രുക്കളോ ആ തരത്തിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എന്താണ് ഇവരുടെ മൊഴി? അപ്പോൾ ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, അതായത് ഈ പേട്ടയിൽ നിന്ന് ഈ സംഘം പോയത് ബൈപ്പാസിലേക്കും ബൈപ്പാസിൽ നിന്നും ഓൾ സെയിൻസ് ഭാഗത്തേക്കുമാണ് പോയത് എന്നുള്ള സംശയം പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട്. അത് ശംഖുമുഖം റോഡാണ്. ആ റോഡ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിന് പരിസരത്തുള്ള റോഡാണ്. അവിടെ അടക്കം കൂടുതൽ പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. അവിടെയൊക്കെ ഈ നാടോടി സംഘങ്ങൾ, മറ്റ് നാടോടി സംഘങ്ങൾ ഈ ക്യാമ്പ് ചെയ്യുന്ന പ്രദേശം കൂടിയാണ്. അവിടെ അടക്കമാണ് പോലീസിന്റെ പരിശോധന വളരെ വ്യാപകമായി ഇപ്പോൾ നടക്കുന്നത്. മാത്രവുമല്ല, പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങോട്ട് ഒരു ആക്ടീവ സ്കൂട്ടറിലെത്തി ആളുകൾ ഈ കുട്ടിയെ എടുത്തുകൊണ്ട് പോയി എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ വിവരങ്ങൾ മൊഴിയിൽ നിന്നും ലഭ്യമല്ല. മാത്രവുമല്ല, ഏതെങ്കിലും തരത്തിലുള്ള പകയോ വിദ്വേഷമോ ഇക്കാര്യത്തിലുണ്ട് എന്നുള്ള വിവരങ്ങളും മാതാപിതാക്കൾ നൽകുന്നില്ല. ഈ സാഹചര്യത്തിൽ പോലീസ് ഇപ്പോൾ കരുതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നാടോടി സംഘങ്ങൾക്കിടയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള സ്പർദ്ധ അതാണോ ഈ പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയത്, അല്ലെങ്കിൽ ആ വിദ്വേഷമാണോ പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയത് എന്ന തരത്തിലേക്കുള്ള അന്വേഷണം, ഒരു സംശയം പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ വ്യാപകമായി നടക്കുകയും ചെയ്യുന്നത്. ആ സാഹചര്യത്തിൽ ഇപ്പോൾ പോലീസ് വിലയിരുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഓൾ സയൻസ് ഭാഗത്തേക്ക് ഈ കുട്ടിയുമായി സംഘം പോകാനുള്ള സാധ്യത പോലീസ് സംശയിക്കുന്നുണ്ട്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ ഈ മറ്റു നാടോടി സംഘങ്ങൾ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലമാണ്. അതിനും അപ്പുറത്തേക്ക് ആളൊഴിഞ്ഞ നിരവധി പ്രദേശങ്ങളുണ്ട്. വിമാനത്താവള പരിസരത്തും ഓൾ സയൻസ് ഭാഗത്തും ശംഖുമുഖം ഭാഗത്തുമൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. അവിടേക്കാണോ കുട്ടിയുമായി പോയത് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാൻ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. പേട്ടയിൽ നിന്നും നേരെ ബൈപ്പാസ് ഭാഗത്തേക്ക്, അതായത് ആനേറ, അതേപോലെ തന്നെ നേരെ വരുന്നു ചാക്ക ഭാഗത്തേക്ക് വരുന്നു. ചാക്കയിൽ നിന്ന് ചാക്ക ITI അടക്കം അടുത്തേക്ക് വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ശംഖുമുഖം റോഡിലേക്ക് പോയതാണോ
എന്നുള്ളൊരു സംശയമുണ്ട്. ഇതൊക്കെ പോലീസിനെ സംബന്ധിച്ച് പോലീസിൽ നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം മാത്രമാണ്. പോലീസ് അവിടങ്ങളിലെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ ശേഖരിച്ച് പരിശോധിച്ച് വരുന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും വളരെ അടിയന്തരമായ നടപടിയിലേക്ക് നമ്മൾ പോലീസ് കടന്നിട്ടുണ്ട്. നഗരത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകൾക്കും റൂറൽ പോലീസിനും ഹൈ അലേർട്ട് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം DCP നേരിട്ട് പേട്ട പോലീസ് സ്റ്റേഷനിലെത്തി പരിശോധന നടത്തുകയാണ്. നഗരത്തെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു കിഡ്നാപ്പിംഗ് അത് മുൻപ് ഉണ്ടായിട്ടുള്ള സാഹചര്യമില്ല. കാരണം ഈ കുട്ടികളെയൊക്കെ പകയുടെ പേരിൽ തട്ടിക്കൊണ്ടു പോകുന്നെങ്കിലും അത് ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് പോലീസിന് എത്തേണ്ട ഒരു അവസ്ഥ മുൻപ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ച് ഞെട്ടൽ, അതിനപ്പുറത്തേക്ക് ആദ്യഘട്ട ഞെട്ടലിനപ്പുറത്തേക്ക് പോലീസ് വലിയ ജാഗ്രത ഈ വിഷയത്തിൽ പുലർത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരം ലഭിച്ചപ്പോൾ തന്നെ പേട്ടയിലുണ്ടായിരുന്ന പെട്രോളിംഗ് ടീം ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ മറ്റു റോഡുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും തിരുവനന്തപുരം സിറ്റി പോലീസിന് മുഴുവൻ വിവരം നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ശംഖുമുഖം ACP അടക്കമുള്ള ആളുകൾ ചില സ്ഥലങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ട്. കഴക്കൂട്ടം ACPയും നേരിട്ടുള്ള പരിശോധനയ്ക്ക് ഇതിനോടകം തന്നെ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തിരുവനന്തപുരം DCPയുടെ നേതൃത്വത്തിലാണ്, അല്ലെങ്കിൽ നിർദ്ദേശാടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. നഗരത്തിലെ സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ ആ പരിസരത്തേക്ക് കുട്ടിയുമായി വന്നിട്ടില്ല എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ എത്തുന്നത്. മറിച്ച് പേട്ടയിൽ നിന്നും ഈ പേട്ട ഫ്ലൈ ഓവർ അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് ചാക്കയിൽ നിന്ന് എയർപോർട്ട് റോഡിൽ നിന്ന് ശംഖുമുഖം ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. ഗോപിക മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടത്തോട്ട് പോയാൽ ഈഞ്ചിക്കൽ കോവളം റോഡാണ്, വലത്തേക്ക് പോയാൽ കഴക്കൂട്ടം റോഡാണ്. അതുകൊണ്ട് തന്നെ അവിടേക്കടക്കം കഴക്കൂട്ടം ഭാഗത്തേക്ക് പോകാനുള്ള സാധ്യത പോലീസ് ഇപ്പോൾ തള്ളുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഈ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ച് പരിശോധിക്കുകയാണ്.